ഹലോ ഇന്ന് വന്നിട്ടുള്ളത് ഹോം ക്ലീനിങ് ഓർഗനൈസേഷൻ അതുപോലെ ചെറിയ രീതിയിലുള്ള ഒരു ഡെക്കറൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ പെരുന്നാളിൻ്റെ തലേദിവസമുള്ളൊരു വീഡിയോ ആണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ഫുള്ളായിട്ട് തന്നെ കണ്ടുനോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇതാ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ലിവിങ് റൂമാണ് ക്ലീൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതാണ് ലിവിങ് റൂമിൻ്റെ ഇപ്പോഴുള്ള സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. അപ്പോൾ എനിക്കിവിടെ ലാസ്റ്റ് 10 നോമ്പിനൊക്കെ ഫുള്ള് ഗസ്റ്റ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു അവസ്ഥയിലാണ് എൻ്റെ ലിവിങ് റൂം കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ഇതൊന്ന് ക്ലീൻ ചെയ്യാനും മേക്ക് ഓവർ ചെയ്യാനൊന്നും ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാ നമ്മൾ ഈ ഒരു പെരുന്നാൾ ഡേയ്സിൽ അതും കൂടെ ഒന്ന് ചെയ്തെടുക്കുവാണ്. അപ്പോൾ ബെഡ്റൂം കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ ക്ലീൻ ചെയ്തെടുത്തുകൊണ്ട് ജസ്റ്റ് ഒന്ന് ബെഡ്ഷീറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റിൽ തന്നെ നമ്മൾ ഈ ഒരു ലിവിങ് റൂമിൽ വെച്ചിട്ടുള്ള ഐറ്റംസൊക്കെ ഒന്ന് മാറ്റുന്നുണ്ട്. അതുപോലെ തന്നെ റംലാൻ്റെ ടൈമിൽ നമ്മൾ ചെയ്തിട്ടുള്ള ഡെക്കറും കൂടെ ഒന്ന് റിമൂവ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഏതൊരു പ്ലേസും ഡീപ്പ് ക്ലീൻ ചെയ്യുമ്പോൾ ഫസ്റ്റിൽ തന്നെ നമ്മൾ സീലിംഗ് അതുപോലെ തന്നെ വാൾ ഏരിയാസ് ഒന്ന് ഡസ്റ്റിങ് ചെയ്തെടുക്കേണ്ടതാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി ഫാനും സീലിങ്ങും എല്ലാം ഡസ്റ്റിങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ വാൾ ഏരിയാസും നമ്മുടെ ടി വിയുടെ ബാക്ക് സൈഡിലുള്ള ഐറ്റംസ് ആ ഒരു പ്ലേസ് കാര്യങ്ങളൊക്കെ ഒന്ന് ഡസ്റ്റിങ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ക്ലോക്ക് എപ്പോഴും ഇഗ്നോർ ആവുന്ന ഒരു പ്ലേസൊക്കെയാണ് ഈ ക്ലോക്കിൻ്റെ ബാക്ക് സൈഡ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ക്ലോക്കിൻ്റെ ഈ ഒരു ഏരിയ അതുപോലെ നമ്മുടെ കേർട്ടൻ്റെ ഏരിയാസ് എല്ലാം ഫുള്ളായിട്ട് തന്നെ, പിന്നെ ആ ഒരു വെൻറ്റിലേഷൻ വരുന്ന ഏരിയാസ് അതൊക്കെ ഫുള്ളായിട്ട് തന്നെ നമ്മൾ ഡസ്റ്റിങ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബ്രഷ് വെച്ചിട്ട് ഞാൻ ഫുള്ള് വാളൊന്ന് ഇതുപോലെ ഡസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇത് ഞാൻ ഫുൾ ഏരിയാസ് ഡസ്റ്റിങ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഡസ്റ്റിങ് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ടേബിൾ കാര്യങ്ങളെല്ലാം നല്ലോണം പൊടിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ ടേബിൾ, ചെയർ, പിന്നെ അവിടെയുള്ള ബാക്കി ഫർണിച്ചേഴ്സ് കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഇതുപോലെ ഡ്രൈ ഡസ്റ്റിങ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ ഒരു വെറ്റ് ക്ലോത്ത് വെച്ചിട്ട് തുടച്ചും കൂടെ എടുക്കുന്നുണ്ട്. ഇനി ടേബിൾ മാറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് വാഷ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഫേക്ക് ലീവ്സ് കാര്യങ്ങളൊക്കെ ഒന്ന് വാഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി കിട്ടുന്നതാണ്. അപ്പോൾ അതെനിക്ക് ഈ ഒരു ഡെക്കറിൽ റീയൂസ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ തന്നെ ഞാനൊന്ന് വാഷ് ചെയ്തിട്ട് ഡ്രൈ ആക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ നമുക്ക് ക്ലീനിങ്ങിൻ്റെ ഇടയിൽ ഇങ്ങനെ കുറച്ച് പരിപാടിയും കൂടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് ഡസ്റ്റിങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വന്നിട്ട് തുടക്കലും കാര്യങ്ങളൊക്കെ ആയി. അപ്പോൾ കുട്ടികൾക്ക് ഇനി കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ലീൻ ചെയ്തൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഉറങ്ങിപ്പോകുന്നതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വേഗം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ അവർക്ക് ഫുഡൊക്കെ കൊടുത്തിട്ട് ബാക്കി ക്ലീനിങ് ഒക്കെ ചെയ്യാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടെയുള്ള കോംപ്ലക്സിൻ്റെ ഉള്ളിൽ തന്നെയുള്ളൊരു ചെറിയ പാർക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ചെന്നിട്ടാണ് ഇതിൻ്റെ ലൈറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കുറച്ച് ടൈം അവരൊപ്പം അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വേഗം വന്നിട്ട് അവർക്കുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് അവരൊക്കെ ഒന്ന് സെറ്റാക്കിയതിന് ശേഷം വീണ്ടും ഞാൻ തുടക്കലും റീഅറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് നെക്സ്റ്റ് കാണിക്കുന്നത്.
അപ്പോൾ വന്നതിന് ശേഷം ഫസ്റ്റിൽ തന്നെ ഞാൻ വിൻഡോസ് അതുപോലെ കർട്ടൻ റോഡ്സ് ക്ലോക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റിൽ തന്നെ നമ്മൾ കർട്ടൺസാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ റിമൂവ് ചെയ്തിട്ടുള്ള കർട്ടൻ വാഷ് ചെയ്യാനും അതുപോലെ ന്യൂ കർട്ടനൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാനും ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റിൽ കർട്ടൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏതൊരു പ്ലേസും നമ്മളൊന്ന് നീറ്റാക്കി എടുക്കുമ്പോൾ ഡീപ്പ് ക്ലീൻ ചെയ്തെടുക്കുമ്പോൾ കർട്ടൻസിൻ്റെ കാര്യങ്ങളൊന്നും ഇഗ്നോർ ആക്കാതെ ശ്രദ്ധിക്കേണ്ടതാണ്. നെക്സ്റ്റ് നമ്മൾ ലിവിങ്ങിൽ പ്ലേസ് ചെയ്തിട്ടുള്ള ടേബിൾ പ്ലാന്റർ കാര്യങ്ങളൊക്കെ ഇതുപോലെ ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇടയ്ക്കെല്ലാം നമ്മുടെ കർട്ടൺസ് അതുപോലെ മാറ്റ് കാര്യങ്ങളൊക്കെ മാറ്റി കൊടുക്കുക, നമ്മൾ ഇൻഡോർ പ്ലാന്റ്സ് മാറ്റി കൊടുക്കുക, പ്ലാന്റർ മാറ്റി കൊടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ തന്നെ ആ ഒരു ഏരിയ എപ്പോഴും ഫ്രഷായിട്ട് കിടക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുള്ളൊരു DIY മാറ്റല്ല ഒരു റണ്ണറാണ്. അപ്പോൾ അത് ഞാൻ ആക്ച്വലി ഈ ഒരു ലിവിങ്ങിലേക്കാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്കിത് 2 പേർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മളതൊരു ബെഡ് റണ്ണർ ആയിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് നമ്മൾ വീണ്ടും റീസെറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ള DIYs ഒക്കെ അവിടെ ഹാങ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ലിവിങ് റൂമിൻ്റെ ആ ഒരു കോർണർ സെറ്റിംഗ് എന്ന് പറയുന്നത്. നമ്മളതിലേക്ക് DIY ചെയ്തിട്ടുള്ള കുഷനും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു ട്രേ ആണ് ഇവിടെ പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ ടേബിളിൽ എന്തായാലും നമ്മൾ കുറച്ച് ഐറ്റംസൊക്കെ വെക്കുന്നതാണ്. അപ്പോൾ ആ ഒരു മാറ്റിലേക്ക് ഡോട്ടൊന്നും ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ട്രേ വെച്ച് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഒരു പ്ലാന്റ്സ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഡീപ്പ് കളറ് ഒന്ന് ഒരു ഫ്രഷ് ലുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അതിലേക്കൊരു ഗ്രീനറി ആഡ് ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും. പിന്നെ നെക്സ്റ്റ് ഇവിടെ ഒരു സെൻറ്റർ ടേബിൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ഞാൻ വൈറ്റ് തന്നെയാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാം കൂടെ ഒരു ഡീപ്പ് കളറായിട്ട് നിൽക്കേണ്ട വെച്ചിട്ടാണ് ഒരു സൈഡിൽ ഞാൻ വൈറ്റ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ കളറൊക്കെ നിങ്ങൾ കോമ്പൻസേറ്റ് ആവുന്ന രീതിയിൽ സെറ്റ് ചെയ്തെടുക്കാം. ഇനി ഒരു ബ്ലാക്ക് സെറാമിക്കിൻ്റെ മിക്സിംഗ് കപ്പ് ഞാനിവിടെ ഒരു ഹോൾഡർ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ റിമോട്ട് എന്തായാലും പ്ലേസ് ചെയ്യുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ അതുകൊണ്ട് റിമോട്ട് ഹോൾഡർ ആയിട്ടാണ് ഇതിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ഓരോ ടൈമിലും നമ്മൾ ക്ലീനിങ് എല്ലാം കഴിഞ്ഞതിന് ശേഷം മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് ആ ഒരു എയർ ഫ്രഷൻ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ അരോമ ഡിഫ്യൂസറും കൂടെ യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് ഓൾറെഡി നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു കോർണറാണ്. അപ്പോൾ അതുകൊണ്ട് അധികം ഡെക്കർ പീസ് ആഡ് ചെയ്യാതെ ചെറിയ രീതിയിലുള്ള ലൈറ്റ് കാര്യങ്ങളൊക്കെ ആ ഒരു ഏരിയയിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഗ്രീനറി ആഡ് ചെയ്യുന്നതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു കളർ തീം അനുസരിച്ച് ചെറിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ കുഞ്ഞു ലാമ്പ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അത് ആ ഒരു കോർണറിൽ നമ്മുടെ കേബിൾസ് കാര്യങ്ങളൊക്കെ വിസിബിളാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഏരിയ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ വാഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഫേക്ക് ലീവ്സ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അതിന് മുമ്പായിട്ട് ഞാനിവിടെ കുറച്ച് ലൈറ്റിങ്സും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്ലേസ് മാറ്റിൽ ഞാനിതാ ഫേക്ക് ക്യാൻഡിലാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. നമ്മുടെ ബാറ്ററി ക്യാൻഡിലാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള മാറ്റ്സിലൊക്കെ നമ്മൾ ഒറിജിനൽ വെക്കുന്നതിനേക്കാളും ഇതൊക്കെ ആയിരിക്കും സേഫ് ആയിട്ടുണ്ടാവുക. അതുപോലെ കുട്ടികളൊക്കെ ഉള്ള പ്ലേസൊക്കെ ആണെങ്കിൽ ഫേക്ക് ആയിട്ടുള്ള ക്യാൻഡിൽസ് ലാമ്പൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഡെക്കർ പർപ്പസിനൊക്കെ ആണെങ്കിൽ ഇനിയിപ്പോൾ ആ ഒരു കോർണറും കൂടെ നമ്മൾ ലീഫ് വെച്ചിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഒരുപാട് കേബിൾസൊക്കെ വിസിബിളായിട്ടുള്ളൊരു കോർണറാണത്. അപ്പോൾ ആ ഒരു ഏരിയ അങ്ങനെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വന്നിട്ട് നമുക്കൊരു ഫെസ്റ്റീവ് വൈബൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് എപ്പോഴും ഹെൽപ്പ് ചെയ്യുന്നൊരു ലാമ്പാണ് ഇങ്ങനെയുള്ളൊരു മോഡൽ ലാമ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെത് ചെറുതും വലുതായിട്ടുള്ള ഓപ്ഷനൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇതും കൂടെ ഞാനിവിടെ ഒന്ന് പ്ലേസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ലുക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ കോർണറിൽ സെറ്റ് ചെയ്തിട്ടുള്ള റൗണ്ട് ടേബിളിൻ്റെ ലുക്ക് ഞാൻ ഇങ്ങനെയാണ് ഫിനിഷ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഒരു സൈഡ് ടേബിളും കൂടെ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും ഫങ്ഷനിലും കൂടെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് സൈഡ് ടേബിൾ നമ്മൾ ഒരു ബാസ്ക്കറ്റ് കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുള്ള ഓർഗനൈസർ ബാസ്ക്കറ്റില്ലേ അതാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് വെച്ച് കൊടുക്കുമ്പോൾ നമ്മുടെ കയ്യിലുള്ള പേഴ്സ് കാര്യങ്ങളൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്ന് കടന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഹെൽപ്ഫുള്ളായിരിക്കും ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് ഞാൻ ഓൾറെഡി ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു ബെഡ്റൂം. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. അപ്പോൾ വീട് ഫുള്ള് നമുക്ക് ഇതിന് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ബെഡ്റൂമിൻ്റെ ഇപ്പോൾ ഉള്ള സെറ്റിങ്സിൻ്റെ ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ അധികം കളർ ആഡ് ചെയ്തിട്ടുള്ള ചെറിയ ലൈറ്റാണ് കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ആ ഒരു സെൻറ്ററിൽ വന്നിട്ടുള്ള ആ ഒരു കോർണറിൽ വന്നിട്ടുള്ള ഫേക്ക് ലീവ്സിൽ ജസ്റ്റ് ഒരു സ്ട്രിങ് ലൈറ്റും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ സ്ട്രിങ് ലൈറ്റൊക്കെ എപ്പോഴും ഒരു ഇൻസ്റ്റൻറ്റ് പോസിറ്റീവ് ലുക്ക് തരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യം കൂടിയിട്ടാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നെക്സ്റ്റ് ഇതാ നമ്മൾ ക്ലീനിങ്ങും എല്ലാം കഴിഞ്ഞപ്പോൾ തന്നെ 1:40 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈമിലാണ് എൻ്റെ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ മൈലാഞ്ചിയുടെ കാര്യങ്ങളൊക്കെ ആയി. അപ്പോൾ ഒരു കയ്യിലെങ്കിലും മൈലാഞ്ചി ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതൊക്കെ ഇട്ട് കഴിയുമ്പോൾ തന്നെ ചെറിയ മോൾ എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവളെ കയ്യിലും മൈലാഞ്ചിലിട്ട് അങ്ങനെ നമ്മുടെ പെരുന്നാൾ നൈറ്റ് അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഒരു ഫെസ്റ്റീവ് വൈബൊക്കെ എപ്പോഴും വീട്ടുകാരെല്ലാവരും ഉണ്ടാകുമ്പോഴാണ് ഫുൾ എൻജോയ്മെൻറ്റ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഈ മെഹന്തിയൊക്കെ ഇടുമ്പോൾ നമ്മൾ സിസ്റ്റേഴ്സിനൊക്കെ ഒരുപാട് മിസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കുട്ടികളെയും എല്ലാവരെയും മിസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഞാൻ മെഹന്തി ഇട്ടു. മൂത്ത ആൾക്കാണെങ്കിൽ ഇത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് അവൾ ഇട്ടില്ല. പിന്നെ ഇതാ ചെറിയ മോളെയും കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിപ്പോൾ രാവിലെ എണീറ്റിട്ടുള്ളതാണ്. ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് റിമൂവ് ചെയ്തിട്ട് വേണം നിസ്കാരവും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ ഞാൻ കിച്ചണിലേക്കാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ രാത്രി വാഷ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. ഇനി ഇതൊക്കെ ഒന്ന് എടുത്ത് വെച്ചതിന് ശേഷം നമ്മുടെ മൈലാഞ്ചിയൊക്കെ ഒന്ന് റിമൂവ് ആക്കാനുണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കുട്ടികളും കൂടെ കുളിപ്പിച്ച് റെഡിയാക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ പെരുന്നാൾ തലേദിവസം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു പെരുന്നാൾ ദിനം ആശംസിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്ന പോലെ. താങ്ക്സ് ഫോർ വാച്ചിങ്.